ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുമോമിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണപരീക്ഷയുടെ തിരക്കുകളിലൊക്കെ ആയിരിക്കും അല്ലേ? ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ല എല്ലാവരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വിട്ടുപോകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ കേരള എന്ന് പറഞ്ഞ് കേരളത്തിലെ നടന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ച് ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ഭാഗമാണെങ്കിലും കേരളത്തെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ചാന്നാർ ലഹള, ഫോർമേഷൻ ഓഫ് സമത്യ സമാജം, വില്ലുവണ്ടി സത്യാഗ്രഹം, കല്ലുമാല അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ആർ ദ മൂവ്മെന്റ്സ് അല്ലെ. ഇവരെന്താണ് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ്സുകളാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണെന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്കില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതിലെ മിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ മലബാർ കലാപം, മലബാർ റിബല്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന ദുരന്തമായിരുന്നു വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മലബാറിലുള്ള ഒരുപാട് കർഷകരായിട്ടുള്ള വ്യക്തികളും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. പക്ഷെ ഇതിനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് ഇതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കലാപമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പുച്ഛിച്ച് താഴ്ത്തിയിട്ടുണ്ട്. അവരതിനെ മാപ്പിള ലഹള എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ അല്ലെ ഒരു കലാപം എന്നുള്ള പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം തന്നെയായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം, അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം. കേരളത്തില് അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹവും അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും. ബ്രിട്ടീഷുകാരെക്കാളും നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ നടന്നിരുന്ന പലതരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാപമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ ഒരു പരിതസ്ഥിതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുള്ളതുപോലെ തന്നെ കേരളത്തിൽ വലിയ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിനെ നോക്കി സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു പ്രാന്താലയമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുതകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കേരളത്തിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കെ കേളപ്പനെ മറന്നുപോകാതെ ഓർത്തു വെക്കാം. കെ കേളപ്പൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗാന്ധിയാണ് അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഴശ്ശിരാജയെ ഓർത്തു വെക്കാം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, പക്ഷെ നിങ്ങൾ മറന്നു പോകരുത്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങള്, സമരങ്ങള്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് കെ കേളപ്പനാണ്. കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തോടൊപ്പം തന്നെ അല്ലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അക്കമ്മ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ, വൈക്കം അബ്ദുൽ ഖാദർ, ഇവരൊക്കെ എന്താണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇങ്ങനെയുള്ള പോയിന്റുകളും കൂടെ നിങ്ങൾ മറന്നു പോവാതെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ.